സൗണ്ട് കേൾക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ച് നാളും കൂടെ കഴിഞ്ഞ്, അതായത് ഈ സൗണ്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചുകൂടെ സൗണ്ട് ആകട്ടെ, എന്നിട്ട് കൊണ്ട് കാണിച്ചാൽ പോരെ. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനത്തിൽ ഒരു കംപ്ലൈൻറ്റ് വന്നു. അതായത് ഒരു ഫ്രണ്ട് സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെയറിംഗ് നോയ്സ് പോലെ ഒരു ഹമ്മിങ് നോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റോ കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം വരെ അല്ലെങ്കിൽ എത്ര നാൾ വരെ നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കും? അതായത് ഒരു എക്സാമ്പിൾ, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു സൗണ്ട്, അതായത് ചെറിയ ഗട്ടറിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യത്തില്ല. അത്യാവശ്യം നല്ലൊരു ഗട്ടറിലൊക്കെ പോകുമ്പോൾ മാത്രമേ സൗണ്ട് കേൾക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ച് നാളും കൂടെ കഴിഞ്ഞ്, അതായത് ഈ സൗണ്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചുകൂടെ സൗണ്ട് ആകട്ടെ, എന്നിട്ട് കൊണ്ട് കാണിച്ചാൽ പോരെ. അങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏതായാലും എന്തെങ്കിലും പണി ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് കൂടിയിട്ട് കൊണ്ട് കാണിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിൽ ഒരു സൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു സൗണ്ട് മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചെറിയൊരു സൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ എന്താ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു ചെറിയൊരു ബെയറിംഗ് നോയ്സ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ. ബെയറിംഗ് നമ്മൾ മാറിയില്ല, കുറച്ചുകൂടെ പോട്ടെ, ഏതായാലും ബെയറിംഗ് മാറാനുള്ളതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പോയി കഴിയുമ്പോൾ ആ ബെയറിംഗ് സൗണ്ട് അങ്ങ് കൂടും. ബെയറിംഗ് സൗണ്ട് കൂടി ഇളക്കം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നാളെ നമുക്ക് ഹബിന് ഉൾപ്പെടെ പ്രശ്നം വരും. ആ ബെയറിംഗ് ഇരിക്കുന്ന ഹബിന് വരെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഒരു കംപ്ലൈൻറ്റിൽ നിന്നും മറ്റേ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമ്മുടെ വാഹനത്തിൻ്റെ O2 സെൻസറിന് കംപ്ലൈൻറ്റ് ഉണ്ട്. O2 സെൻസർ ശരിക്കും പറഞ്ഞാൽ പലരും ചിന്തിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ പലരും ചിന്തിക്കുന്നത് പൊല്യൂഷനെ ബേസ് ചെയ്തുള്ളൊരു കാര്യം. അതായത് പുറത്തോട്ട് പോകുന്ന പൊല്യൂഷൻ ചെക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു ബേസ് ഉണ്ട്. അത് മാത്രമല്ല, പക്ഷേ അതും ഒരു കാരണമാണ്. അതുകൊണ്ട് O2 സെൻസർ ഇല്ലെങ്കിലും വാഹനം O2 സെൻസർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും വാഹനം ഓടിക്കുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കത്തില്ല. പക്ഷേ അവിടെ വരുന്നൊരു കാരണം, വേറൊരു കാര്യം കൂടെ ഉണ്ട്. വാഹനത്തിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് ഒക്കെ കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഈ കാർബൺ ഡെപ്പോസിറ്റ് എങ്ങനെ കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്യൂവലിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഫ്യൂവലിൻ്റെ അളവ് എന്ന് പറയുമ്പോഴത്തേക്കും പല രീതിക്ക് അത് മാറിക്കൊണ്ടേയിരിക്കും. വാഹനത്തിൻ്റെ O2 സെൻസർ കൊടുക്കുന്ന ഒരു സിഗ്നൽ തെറ്റാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യും, ഫ്യൂവൽ കൊടുക്കും. അങ്ങനെ ഫ്യൂവൽ കൊടുക്കുന്ന സമയത്ത് ഈ ഫ്യൂവൽ ഫുള്ളായിട്ട് ബേൺ ആകാതെ വരും. അങ്ങനെ ഫ്യൂവൽ കത്താതെ വരുന്ന സമയത്ത് പൊല്യൂഷൻ കൂടും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വാഹനത്തിൽ എന്തെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുകയോ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ യെല്ലോ കളർ വാർണിംഗ് ലൈറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ പേടിക്കേണ്ട ഇഷ്യൂ ഒന്നുമില്ല. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓടിച്ചോളൂ. പക്ഷേ ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് തന്നെ കാണിക്കാൻ സാധിക്കും. പക്ഷേ റെഡ് ലൈറ്റോ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാഹനം പിന്നെ ഓടിക്കരുത്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന എവിടെയാണ്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എപ്പോഴാണോ ഈ ലൈറ്റ് കാണിക്കുന്നത് അന്നേരം സൈഡിലോട്ട് ഒതുക്കി ഇടുക. ഇത് തന്നെയാണ് റെഡ് വാർണിംഗ് ലൈറ്റ് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൂചന. പക്ഷേ യെല്ലോ വാർണിംഗ് ലൈറ്റ് ആണെങ്കിൽ അത്രയും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓടിച്ച് തന്നെ ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ കാണിച്ചോണം. അല്ലാതെ ഒരു 4 ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു 15 ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാഹനത്തിന് അതിൻ്റേതായ കംപ്ലയിൻസ് ഉണ്ടാവും. നമുക്ക് ചെറിയൊരു, അതായത് ഈ ഒരു മുള്ളുകൊണ്ട് എടുക്കേണ്ടത് ഒരു തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഒരു ഫീൽ ആക്കരുത്. ചില സമയത്ത് ഇതുപോലത്തെ വരത്തില്ല, ചിലപ്പോഴേ കിട്ടുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. അതുകൊണ്ട് ചെറിയൊരു കംപ്ലൈൻറ്റ് കാണിച്ചാലും, പിന്നെ ചിലരുണ്ട് ഇങ്ങനെ തമാശയല്ല, ഈ കുറച്ച് ആൾക്കാരൊക്കെ ചിലരുണ്ട്, എന്തിനാണ് എപ്പോഴും ഈ വണ്ടി ഇങ്ങനെ ഷോറൂമിൽ കൊണ്ട് കാണിക്കുന്നത്, കംപ്ലൈൻറ്റ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പോട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിലോട്ട് നിങ്ങൾ ചെവി കൊടുക്കരുത്. ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കാൻ ശ്രമിക്കുക. കാരണം കംപ്ലൈൻറ്റ് വെച്ചുകൊണ്ടിരുന്നാൽ നാളെ ഇതൊരു വലിയൊരു കംപ്ലൈൻറ്റ് ആകുമെന്നല്ലാതെ ഒരിക്കലും ആ കംപ്ലൈൻറ്റ് കുറയത്തില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കംപ്ലയിൻസ് നിങ്ങളുടെ വാഹനത്തിൽ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുപോയി ചെക്ക് ചെയ്ത് അത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.